നമ്മുടെ ഈ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട മുതൽ അങ്ങനെ ചുറ്റി വന്ന് വടക്കേ നടയിൽ വന്നത്. അത് ഒരു ചുറ്റലൊന്നുമല്ല, ഒരുപാട്. പേര് രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് നമ്മുടെ വടക്കഞ്ചേരിയുടെ തൊട്ടടുത്തുള്ള പുതുക്കോട് നവരാത്രി ആഘോഷത്തിന്റെ ഇടയിലാണ്. പുതുക്കോട് ക്ഷേത്രത്തില് 10 ദിവസം അന്നദാനം കൊടുക്കും. ഗംഭീര അന്നദാനമാണ്, ഭയങ്കര തിരക്കാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട മുതൽ അങ്ങനെ ചുറ്റി വന്ന് വടക്കേ നടയിൽ വന്നത്. അത് ഒരു ചുറ്റലൊന്നുമല്ല, ഒരുപാട് ചുറ്റലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. ആയിരക്കണക്കിന് ആളുകൾ അന്നദാനം കഴിക്കുന്ന സ്ഥലമാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ പുതുക്കോട് പഞ്ചായത്തിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ തുടക്കമായി. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്നും അന്നദാനം കഴിച്ചു പോകുന്നുണ്ട്. 10 ദിവസമാണ് ഇവിടുത്തെ അന്നദാനം. ഈ അന്നദാനത്തിലെ ഏറ്റവും പ്രധാനി പുളിങ്കറി എന്ന് പറയുന്ന ഒരു കറിയാണ്. ഈ കറി കഴിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഈ അന്നദാനത്തിന് ആളുകൾ എത്തുന്നത്. സുഹൃത്തുക്കളെ, നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗംഭീര അന്നദാനം കഴിക്കാൻ പോവാണ്. അപ്പൊ ഇത് ഇല വന്നിട്ടുണ്ട്, ഓരോ കറികളായിട്ട് വരുന്നുണ്ട്. വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ അന്നദാനം. ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങള് ഈ അന്നദാനം കഴിക്കാൻ വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ കാണുന്ന സ്ഥലത്ത് മാത്രമല്ല, ഇതിന്റെ ഉള്ളില് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്തായാലും ഓരോ കറികളൊക്കെ വന്നു ഇലയിൽ ഇടുന്നതായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നമുക്ക് നോക്കാം രുചി എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ ചോറ് വന്നിരിക്കുകയാണ്. ഭയങ്കര ചൂടാണല്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടോട് ചോറ് വന്നിട്ടുണ്ട്. ദേ ഈ വരുന്ന ചേട്ടനാണ് കേട്ടാ ആ പുളിങ്കറിയുമായി വരുന്നത്. പുളിങ്കറി ഒഴിച്ചോ, കഴിച്ചു നോക്കാം. അന്നദാനം സൂപ്പർ. നല്ല ടേസ്റ്റാ. ഇത്രയും ആളുകൾക്ക് കൊടുക്കണമല്ലോ, അതിൻ്റെ ഒരു തിരക്ക് കാണുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എന്നാലും ആ ടേസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ കൊടുക്കുന്നത്. സൂപ്പർ. അപ്പൊ അത് കുറച്ച് പായസം കഴിക്കുകയാണ്. പായസം കഴിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും